പ്രിയ സുഹൃത്തുക്കളെ, എന്നത്തെയും പോലെ നമുക്ക് ഇന്നും ഒരു രാഷ്ട്രീയ ചർച്ച തന്നെ തുടരാം. ഏതായാലും നമ്മുടെ കേരളത്തിൽ ഏപ്രിൽ 26-നാണ് സുപ്രധാനമായ തെരഞ്ഞെടുപ്പ് വരുന്നത്. പാർലമെൻറ്റ് ഇലക്ഷൻ, ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അപ്പോൾ അതിലേക്കുള്ള സ്ഥാനാർത്ഥികളെപ്പറ്റി എല്ലാം വിശദമായ ചർച്ച സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും എല്ലാം ഘോരം നടക്കുന്നതിനിടയ്ക്ക് എൻ്റേതായ ഒരു കടമ നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറയുന്നു. അത് ഇഷ്ടമുള്ളവർ അതിനെ പോസിറ്റീവായി എടുക്കുക, അല്ലാത്തവർ നിരാകരിക്കുക. പക്ഷേ അതിനൊരു അടിസ്ഥാനം വേണം. എനിക്ക് പറയാൻ ഒരു കാരണമുണ്ട്. എൻ്റെ ഇത്ര കാലത്തെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് കേരളത്തിന് ഇടത് വലത് മുന്നണി ഭരിച്ചുണ്ടായ ആ പുരോഗതിയുടെ തടസ്സം, യാതൊരു വളർച്ചയും എടുത്തു പറയത്തക്കതായിട്ട് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ സംസ്ഥാനം യാതൊരു തരത്തിലും അവരോടൊപ്പം എത്തിയിട്ടില്ല. വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ ഒരു കാലത്ത് മറ്റെല്ലാ സംസ്ഥാനത്തിനെക്കാട്ടിലും മുന്നിലായിരുന്നു. അതൊക്കെ എന്നേ താഴെ പോയി എന്നുള്ളതാണ് ഏറ്റവും നഗ്നമായ ഒരു സത്യം. കാരണം അങ്ങനെ എല്ലാ രംഗത്തും, വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും മറ്റ് വ്യാവസായിക രംഗത്താണെങ്കിലും സാമൂഹ്യ രംഗത്താണെങ്കിലും എല്ലാ രംഗത്തും വളർച്ച മുരടിച്ച, അതുപോലെ ന്യായമല്ലാത്ത കാര്യങ്ങൾ നടക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് നമ്മുടെ സംസ്ഥാനം മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ സംസ്ഥാനത്തിൻ്റെ ഈ മുരടിപ്പ് ഒന്ന് മാറണം, ഒന്ന് വളർച്ചയിലേക്ക് വരണം, വളർച്ചയുടെ പാതയിലേക്ക് വരണം. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഒരു സൂചി പോലും ഉൽപ്പാദിപ്പിക്കാനുള്ള സാഹചര്യമില്ലാത്ത കേരളം, നമ്മൾ ഒരു റബ്ബർ ബാൻഡ് പോലും നമ്മൾ കേരളത്തിൽ ഉണ്ടാക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഇത്ര കാലം ഭരിച്ച ഇടതു വലതു മുന്നണി, കമ്മ്യൂണിസ്റ്റ് മുന്നണി, കോൺഗ്രസ് മുന്നണി, ഇവരുടെ കൂട്ടത്തിൽ ആർജവമുള്ള, ക്രിയാത്മകതയുള്ള, രാജ്യപുരോഗതിയെ കരുതി ഭരിച്ച ഭരണകർത്താക്കൾ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിൻ്റെ സ്ഥിതി ഇതാകുമായിരുന്നില്ല. നമ്മൾ തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള കർണാടകയിലോ തമിഴ്നാട്ടിലോ പോയി നോക്കൂ. നമ്മൾ റോഡിലൂടെ സഞ്ചരിക്കുമ്പോഴാണെങ്കിൽ എല്ലാ സ്ഥലത്തും എന്തെങ്കിലും വ്യവസായങ്ങളില്ലാത്ത സ്ഥലങ്ങളേ ഇല്ല. കുടിൽ വ്യവസായമായാലും അല്ലാത്തതാണെങ്കിലും എല്ലാം ഉണ്ട്. നമ്മുടെ ഇവിടെ മാത്രം രാഷ്ട്രീയ വ്യവസായമാണ് വളർന്നത്. നന്നായിട്ട് രാഷ്ട്രീയം വളർന്നു. ആ രാഷ്ട്രീയം വളർന്ന് രാഷ്ട്രീയത്തിനകത്ത് അന്ധമായിട്ട് അതിനകത്ത് പെട്ടുകിടക്കുന്ന എന്നെ കിണറ്റിലെ തവളയെന്ന് വിളിച്ചവരോട് ഞാൻ പറയുക, അവരാണ് ഇപ്പം ഒരു കിണറ്റിലെ തവളകളായിട്ട് കേരളത്തിലെ രാഷ്ട്രീയ പടുകുഴിയിൽ വീണ് കിടക്കുന്നത്. അതായത് ഒന്ന് മാറി ചിന്തിക്കാനായിട്ട് അവർ തയ്യാറാവുന്നില്ല. 1, 2, 3, 4 പ്രാവശ്യം ഒരാളെ തന്നെ, അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ തന്നെ ജയിപ്പിച്ച് പാർലമെൻറ്റിൽ വിടുക. കോൺഗ്രസ് ഭരിച്ച കാലത്ത് ഇവിടുന്ന് MP-മാരും മന്ത്രിമാരും ഒക്കെ ഉണ്ടായിരുന്നു. അവരാരും നമ്മളുടെ യാതൊരു വിധ ഭൗതിക മേഖലകളും മെച്ചപ്പെടുത്തുന്നതിന്, അവരുടെ സാമ്പത്തിക മേഖല, സ്വന്തം സാമ്പത്തിക മേഖല മെച്ചപ്പെടുത്തിയത് രാഷ്ട്രീയ പാർട്ടിയും വളർത്തിയെന്നല്ലാതെ. പക്ഷേ വളർന്ന് ഇപ്പോൾ താഴോട്ടായി, പടവലങ്ങ പോലെ തന്നെ വളരുക എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. അത് സംശയമില്ലാത്ത കാരണം. പിന്നെ ഞാൻ പത്തനംതിട്ട ജില്ലയെപ്പറ്റിയാണ് ഞാൻ വീണ്ടും പറയാൻ പോകുന്നത്. ഒരുപാട് പറയുന്നില്ല, തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പം അത്യാവശ്യം വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണിത്. പത്തനംതിട്ട ജില്ലയ്ക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങൾ പത്തനംതിട്ട ജില്ല രൂപീകൃതമായിട്ട് ഒരു ജില്ലയുടേതായ ഒരു പുരോഗമനവും പത്തനംതിട്ട ജില്ലയ്ക്കില്ല എന്നുള്ളത് ഏറ്റവും സത്യമായ കാര്യമാണ്. കുറച്ച് നല്ല പൈസയുള്ളവർ കുറേ കച്ചവടങ്ങൾ, തുണിക്കച്ചവടങ്ങളും സ്വർണ്ണക്കടകളും ഉണ്ടാക്കി അന്നല്ലാതെ അതിൽ കുറച്ച് പേർക്കൊക്കെ തൊഴിൽ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞാലും അവർ കുറച്ച് പേർക്ക് തൊഴിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ ഇവിടെ യാതൊരു വ്യവസായവും ഉണ്ടായില്ല, നല്ലൊരു വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടായില്ല, നല്ലൊരു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടത്തുന്ന ഒരു സ്ഥാപനം കാര്യമായിട്ടില്ല. അതുപോലെ ഒരു IT പാർക്കില്ല. ഇതിനൊക്കെയുള്ള സൗകര്യമുള്ള സ്ഥലം തന്നെയാണ് പത്തനംതിട്ട. അങ്ങനെ എല്ലാം കൊണ്ടും ഭൂമിശാസ്ത്രപരമായിട്ട് വളരെ സമ്പന്നമായിട്ടുള്ള പത്തനംതിട്ട ജില്ല രൂപീകൃതമായതിനു ശേഷം കാര്യമായ യാതൊരു വളർച്ചയും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഏറ്റവും സത്യമായ കാര്യമാണ്. എല്ലാ ആളുകളും, PJ കുര്യനൊക്കെ പത്തനംതിട്ട ജില്ലക്കാരാണ്. ഇവരൊക്കെ പാർലമെൻറ്റിൽ, രാജ്യസഭയിലും ലോകസഭയിലും എല്ലാം വലിയ വലിയ പൊസിഷനിൽ അങ്ങേ അറ്റം പ്രായം എത്തുന്നിടം വരെയും ഇരുന്നു.
നമ്മുടെ പത്തനംതിട്ടയ്ക്ക് അവരൊക്കെ എന്തോ ചെയ്തു, അവരെടുത്തു പറയാൻ ഇന്ന കാര്യം ചെയ്തു എന്ന് പറയാൻ ഒരു കാര്യം പറഞ്ഞു തരാനുണ്ടോ? ഇപ്പോൾ ആൻ്റണി തന്നെ എത്രാമത്തെ തവണയാണ് ജയിച്ചു പോകുന്നത്. ഇനി അടുത്തതിനെയും പിന്നെ കേരളത്തിൻ്റെ സാമ്പത്തിക നില അമ്പയെ തകർത്ത് കളഞ്ഞ കിഫ്ബി മസാല ബോണ്ടയൊക്കെ ഇറക്കി കളിച്ച ഒരു പരിഹാസച്ചിരിയോടെ എന്ത് ചോദിച്ചാലും മറുപടി പറയുന്ന നമ്മുടെ മുൻ ധനകാര്യമന്ത്രി, അദ്ദേഹം ഒരു വിജയമായിരുന്നോ എന്നുള്ളത് കേരളത്തിലെ ഇന്നുള്ള ജീവനക്കാർക്കുള്ള ശമ്പളമോ പിന്നെ അതുപോലെ ക്ഷേമ പെൻഷനോ അതുപോലെ സബ്സിഡി കിട്ടേണ്ടടുത്ത് അവർക്ക് സബ്സിഡിയോ അങ്ങനെ എന്തെങ്കിലും കൃത്യമായിട്ട് കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള അത്രമാത്രം സാമ്പത്തിക നില ഇടിഞ്ഞു പോയിട്ട് സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നിരിക്കുക. കേന്ദ്രം തരുന്നില്ല എന്നും പറഞ്ഞ് കടമെടുക്കുക, അതുപോലെ പരിധി കവിഞ്ഞ് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ആവശ്യപ്പെടുക. കേരളത്തിന് അല്ലാതെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള യാതൊരു സോഴ്സും ഇല്ല. ഉള്ള പൈസയെല്ലാം നാനാവിധത്തിൽ കളഞ്ഞു കുളിക്കുക എന്നുള്ളതാണ് രണ്ട് ഗവൺമെൻറ് ഇവിടെ തുടർന്ന് പോരുന്നതെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇനിയും ഏത് മുന്നണി വന്നാലും അടുത്ത കാലത്തെങ്ങും കേരളം ആ സാമ്പത്തികമായ വീണ് കിടക്കുന്ന പടുകുഴിയിൽ നിന്ന് എഴുന്നേറ്റ് വരാൻ എളുപ്പമേ അല്ല. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ ആൻ്റണിയെയും തോമസ് ഐസക്കിനെയും അവർ രണ്ടുപേരും നാടിനൊരു പരാജയം, അവർ ജയിച്ചു പോയി എന്നുള്ള സത്യം. ജയിച്ചത് മാത്രം, വീണ്ടും വീണ്ടും ജയിക്കുന്നതും ഒരു സ്ഥാനാർത്ഥിയുടെ യോഗ്യതയാണെങ്കിൽ അവർക്കാണ് അവസരം. പക്ഷേ പുതിയൊരാളിനെ പരീക്ഷിക്കാതെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ചേർന്ന് നിൽക്കുന്ന ഒരാളാവുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനോട് ഏതായാലും NDA മുന്നണിയെ അധികാരത്തിൽ വരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്നെ ഇപ്പോൾ എന്തോ ഇതിനടിയിൽ കമൻ്റ് എഴുതിയാലും ജൂൺ 4-ന് ശേഷം ഞാൻ അന്നേരം നിങ്ങളോട് വീണ്ടും സംസാരിക്കുന്നതായിരിക്കും. അതിന് യാതൊരു തർക്കവും ഇല്ലാത്ത കാര്യമാണ്. ഈ 10 വർഷത്തെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വികസിത ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾക്ക് തീർച്ചയായിട്ടും ഇന്ത്യയിലെ ജനങ്ങൾ, ഇനി ഭാവിയെ ദീർഘവീക്ഷണത്തോടെ കാണുന്ന ഭാരതത്തിലെ ജനങ്ങൾ തീർച്ചയായിട്ടും BJP നയിക്കുന്ന NDA മുന്നണിയെ തന്നെ അധികാരത്തിൽ കൊണ്ടുവരും. കാരണം പാകിസ്ഥാനിൽ നിന്നുള്ള ത്രട്ടൺ ബോംബ് സ്ഫോടനവും ജിഹാദി പ്രവർത്തനവും സഹിക്കാൻ അതിർത്തി ജില്ലയിലെ ജനങ്ങൾക്ക് ഇനി താല്പര്യമില്ല. അവർ സഹിച്ചു മടുത്തു. അതുപോലെ അതിർത്തി രാജ്യങ്ങളായ ചൈനയുടെ ആക്രമണം, പാകിസ്ഥാനിലുള്ള ഭീകരാക്രമണങ്ങൾ, പിന്നെ ബോംബ് പൊട്ടിക്കൽ, അങ്ങനെ ഓരോ സ്ഥലവും ബംഗ്ലാദേശിൽ നിന്നും ഉണ്ട്, ഇല്ലാഴുകയില്ല. അപ്പോൾ ഈ അതിർത്തി സംരക്ഷണവും പിന്നെ അന്താരാഷ്ട്ര രംഗത്ത് ഇന്ത്യക്ക് തല ഉയർത്തി നിൽക്കാനുള്ള ആ ഒരു കെൽപ്പുണ്ടാക്കി തന്നതും NDA മുന്നണിയും പ്രധാനമന്ത്രി മോദിജിയുമാണെന്ന് എല്ലാവർക്കും, എല്ലാ എതിരാളികൾ പോലും ഉള്ളിൽ സമ്മതിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന NDA മുന്നണിയെ ജയിപ്പിക്കാതിരിക്കാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല. അവർ തന്നെ ഭരണത്തിൽ വീണ്ടും വരും. അങ്ങനെ അവർ തന്നെ വീണ്ടും ഭരണത്തിൽ വരുമ്പോൾ നമ്മൾക്ക് പത്തനംതിട്ടക്കാർക്ക് അനിൽ ആൻ്റണി ജയിച്ചാൽ അദ്ദേഹത്തിനോട് തീർച്ചയായിട്ടും പല കാര്യങ്ങളും ആവശ്യപ്പെടാൻ സാധിക്കും. ഇതിനു മുമ്പും ഇവിടുന്ന് ഒരു MP മാരും ഇല്ലാഞ്ഞിട്ടും പിന്നെ വിദേശകാര്യ സഹമന്ത്രിയായ മുരളീധരനെ കൊണ്ടും പിന്നെ രാജ്യസഭാ MP ആയിരുന്ന സുരേഷ് ഗോപിയെ കൊണ്ടും അതിനു മുമ്പ് റെയിൽവേ സഹമന്ത്രിയായിരുന്ന രാജഗോപാലിനെ കൊണ്ടും കേരളത്തിന് ഒരുപാട് കാര്യങ്ങൾ നേരിട്ട് ക്യാബിനറ്റ് മന്ത്രിയായിട്ട് കോൺഗ്രസിൻ്റെ കാലത്ത് ഭരിച്ചവരെ ഉണ്ടായതിനേക്കാട്ടിൽ 10 ഇരട്ടി പ്രയോജനം കേരളത്തിനുണ്ടായിട്ടുണ്ടെന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യം. അപ്പോൾ ഇനിയും തീർച്ചയായിട്ടും നമുക്ക് ആൻ്റണിയെ ജയിപ്പിച്ചിട്ട് സന്തോഷിച്ചിരിക്കാം, പിന്നെ തോമസ് ഐസക്കിനെ ജയിപ്പിച്ചിട്ടും നമുക്ക് സന്തോഷമായിട്ട് ഇവിടെ ഇരിക്കാമെന്നല്ലാതെ ജയിപ്പിച്ചല്ലോ ജയിച്ചു പോയല്ലോ അവരൊക്കെ നല്ല പരിചയസമ്പന്നരാണ്. പരിചയസമ്പന്നതയില്ലാത്ത ഈ യുവാവിനെ ജയിപ്പിച്ചാൽ എന്തുവാ പ്രയോജനം എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഇത് കേന്ദ്ര ഗവൺമെൻറ്റിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു MP ആകണമെങ്കിൽ എന്തായാലും കേന്ദ്രത്തിൽ ആരെന്തോ പറഞ്ഞാലും BJP മുന്നണി തന്നെ ഭരണത്തിൽ വരും, NDA തന്നെ ഭരണത്തിൽ വരും, യാതൊരു സംശയം. അപ്പോൾ പിന്നെ നമുക്ക് പത്തനംതിട്ടയിൽ നിന്ന് അനിൽ ആൻ്റണിയെ ജയിപ്പിച്ച് വിടുന്നതുകൊണ്ട് വല്ല കുഴപ്പമുണ്ട്? അദ്ദേഹത്തിന് ഒരു തവണ നമുക്ക് പരീക്ഷിക്കാം. പരീക്ഷിച്ച് നോക്കുന്നതിന് എന്താ? നിങ്ങൾ പരീക്ഷിക്കാതെ വീണ്ടും 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 പഴയവരെ തന്നെ പറഞ്ഞു വിട്ടിട്ട് എന്തോ നമുക്ക് കിട്ടുന്ന എന്തോ നമ്മുടെ ഭാവി തലമുറയ്ക്ക്. പത്തനംതിട്ടയിലെ യുവാക്കളെല്ലാം ഇപ്പോൾ ഇവിടെങ്ങും ആരുമില്ല, എല്ലാവരും പോയി, കേരളം വിട്ടു, ഇന്ത്യ വിട്ടു. അപ്പോൾ ഇങ്ങനെ യുവത മുഴുവൻ കുടിയേറിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുക. അപ്പോൾ ആ അവസ്ഥയൊക്കെ ഒന്ന് മാറി നമ്മുടെ രാജ്യത്ത്
തൊഴിൽ സംസ്കാരം തിരിച്ചു കൊണ്ടുവരാനും തിരിച്ചു വരാനും ഒക്കെയുള്ള ഒരു പോയവർക്കൊക്കെ തിരിച്ച് നമ്മുടെ നാട്ടിൽ വന്നാൽ അവരെ പുനരധിവസിപ്പിക്കാനും അല്ലെങ്കിൽ അവർക്കിവിടെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഇവിടുന്ന് ഇനിയെങ്കിലും ഇതുപോലെ യുവാക്കൾ പഠിച്ചിട്ട് ഇങ്ങനെ രാജ്യം വിട്ടുനിന്ന് പോകുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കാനും, പിന്നെ അതുപോലെ പത്തനംതിട്ടയിലെ സമ്പന്നമായ നദികൾ ഇഷ്ടം പോലെ ഉണ്ടാകുന്ന നദികൾ, ആ നദീ സംരക്ഷണം, അതുപോലെ തന്നെ ടൂറിസം വികസനം, പിന്നെ പിൽഗ്രിമേജ് ശബരിമലയുടെ വികസനം, അതുപോലെ എല്ലാ മതസ്ഥരുടെയും ദേവാലയങ്ങൾ പിൽഗ്രിമേജ് ആയിട്ടുള്ള പരുമലപ്പള്ളിയും അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ടല്ലോ, അവയെല്ലാം ഒന്ന് വികസിച്ച് നമ്മുടെ നാടിന് പണം വരാനും, പിന്നെ അതുപോലെ എന്തെങ്കിലുമൊക്കെ വ്യവസായങ്ങൾ, ഒരു ചെരുപ്പുണ്ടാക്കുന്ന ഒരു സ്ഥാപനമെങ്കിലും കേരളത്തിലുണ്ടാകാൻ ഉള്ള ഒരു അവസരം ഒരുക്കാനായിട്ട് പത്തനംതിട്ടയുടെ സമഗ്രമായ വികസനത്തിന് നമ്മളിപ്രാവശ്യം മാറി ചിന്തിക്കുക, അനിൽ ആൻ്റണി വിജയിപ്പിക്കുക എന്ന് പറയുന്നതിനാണ് ഞാൻ വീണ്ടും ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, വീണ്ടും കാണാം. ഏതായാലും ജൂൺ 4-ന് ശേഷം അനിൽ ആൻ്റണിയുടെ കാര്യം, അനിൽ ആൻ്റണി വിജയിക്കുമോ ഇല്ലയോ അതൊന്നും എനിക്ക് പറയാൻ സാധിക്കുന്ന കാര്യമല്ല. കാരണം അദ്ദേഹത്തെ ചാനലിലൊക്കെ വന്നിരിക്കുന്നവരെ ചിരിക്കുവാണ്, അനിൽ ആൻ്റണിയാണോ സ്ഥാനാർത്ഥി എന്ന് ചോദിച്ചിട്ട്. അനിൽ ആൻ്റണി സ്ഥാനാർത്ഥി ആയതിൻ്റെ പിന്നിലും കുറേ കാര്യങ്ങൾ കാണും. അദ്ദേഹം എടുത്ത ഒരു വലിയൊരു തീരുമാനം, അതിനൊരു പ്രാധാന്യം തീർച്ചയായിട്ടും ഉണ്ട്. ഇത്ര കാലം കോൺഗ്രസിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയ ശേഷമാണ് ഇനിയും കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഇന്ത്യയിൽ വലിയ കാര്യമൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കും അദ്ദേഹം BJPയിലേക്ക് ചേർന്നത്. അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ ഭാവിയുണ്ടല്ലോ, അപ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും അറിയാത്ത കാര്യങ്ങൾ പഠിച്ചോളും. ഏതായാലും നമ്മുടെ ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ നേതാവിനേക്കാളിലും മെച്ചമായിരിക്കുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അപ്പോൾ അനിൽ ആൻ്റണിക്ക് വേണ്ടി ഈ വീഡിയോ സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു. 20 സ്ഥാനാർത്ഥികളും NDAയുടെ ജയിക്കുമെന്നൊന്നും എനിക്ക് അങ്ങനെ വിചാരമൊന്നുമില്ല. കാരണം നമ്മുടെ ഇവിടുത്തെ കേരളമല്ലേ, കേരള രാജ്യമാകുമ്പോഴേ അവരിപ്പോൾ അങ്ങനെ വലിയ ഭയങ്കര മതേതരവാദികളൊക്കെ ആയതുകൊണ്ട് മതപ്രീണനവും ഒന്നുമില്ല, അവർക്ക് ന്യൂനപക്ഷ പ്രീണനവും ഒന്നുമില്ല. പിന്നെ അതുകൊണ്ട് അവർ പിന്നെ എങ്ങനെ ചെയ്യുമെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ അതൊന്നും എൻ്റെ വിഷയമല്ല. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. എന്തായാലും കേരളത്തിൽ നിന്ന് 20 പേര് മറ്റുള്ളവർ പോയി അവിടെ ഇരുന്നാലും കേന്ദ്രത്തിൽ വെറുതെ പോയി പാർലമെൻറ്റിൽ ഇരിക്കാമെന്നല്ലാതെ വലിയ പ്രയോജനമൊന്നും അങ്ങനെ അതുകൊണ്ട് തൃപ്തി അടഞ്ഞ് നമ്മുടെ കേരളത്തിലെ അനുയായികൾ അവരെ ജയിപ്പിച്ച് വിട്ടവർക്ക് സമാധാനിക്കാമെന്നല്ലാതെ നമ്മുടെ നിയോജക മണ്ഡലത്തിന് യാതൊരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് ഒരിക്കൽ കൂടെ പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.